രാജ്യം ചുമപ്പ് ഭീകരതയുടെ പിടിയിൽ നിന്നും മുക്തമാവുകയാണ്. കണക്കുകൾ അനുസരിച്ച് മാവോയിസ്റ്റുകളുടെ എണ്ണം ഗണ്യമായി കുറയുന്നതായി തന്നെ സൂചിപ്പിക്കുന്നു. മാർച്ച് 31-നുള്ളിൽ തന്നെ മാവോയിസ്റ്റ് മുക്ത ഭാരതമാകുമെന്ന അമിത്ഷായുടെ വാക്ക് ഇവിടെ പാലിക്കപ്പെടുകയാണ് എന്നതിന്റെ ഒരു സൂചനയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇത്തരത്തിൽ നിരന്തരം ഭീകരരാകട്ടെ സമൂഹത്തിൽ, അതായത് മുഖ്യധാരയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് കീഴടങ്ങുന്നതായി തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, അതായത് മാവോയിസ്റ്റ്, വൻ തകർച്ചയെ നേരിടുന്നതായാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ആയതിനാൽ തന്നെയാണ് ഗണ്യമായ തോതിൽ തന്നെ ഇത്തരത്തിൽ ഭീകരർ മുഖ്യധാരയിലേക്ക് ഇറങ്ങി വരാൻ ശ്രമിക്കുന്നത്. 2024 ജനുവരിയിലെ കണക്കനുസരിച്ച് പാർട്ടിയിൽ ഉണ്ടായിരുന്ന അംഗബലം ഇപ്പോൾ വെറും 10-1 തന്നെ കുറഞ്ഞുവെന്നും തെലങ്കാന ഇന്റലിജൻസ് സ്രോതസ്സുകളാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. നക്സലിസം തുടച്ചു നീക്കുന്നതിനായി തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിശ്ചയിച്ചിട്ടുള്ള മാർച്ച് 31 എന്ന സമയപരിധി അത് അടുത്തിരിക്കുകയാണ് ഈ ഒരു വെളിപ്പെടുത്തൽ പുറത്തുവിടുന്നത് എന്നതും എടുത്തു പറയേണ്ട ശ്രദ്ധേയമായ കാര്യമാണ്. 2024 ജനുവരിയിൽ ഓപ്പറേഷൻ കഹാർ ആരംഭിക്കുമ്പോൾ തന്നെ 2200 സായുധ കേഡർമാരുണ്ടായിരുന്ന സ്ഥാനത്ത് തന്നെ ഇപ്പോൾ വെറും 220 പേർ മാത്രമായി തന്നെ അവശേഷിക്കുകയാണ്. അത്യാധുനിക ആയുധങ്ങൾ കൈവശമുള്ള ഇവരെ പിന്തുണച്ചിരിക്കുന്നത് മിലീഷ്യയുടെ, അതായത് പ്രാദേശിക സായുധ സംഘം, അവിടുത്തെ എണ്ണത്തിലും വലിയ കുറവുണ്ടായതായി തന്നെ സൂചിപ്പിക്കുന്നു. 2022 7000 ആയിരുന്ന മിലീഷ്യ അംഗങ്ങളാകട്ടെ ഇപ്പോൾ 1000 തന്നെ ചുരുങ്ങി. പാർട്ടിയുടെ മൊത്തത്തിലുള്ള പിന്തുണക്കാരുടെ എണ്ണം 100,000-ൽ നിന്ന് 20,000 തന്നെ കുറഞ്ഞതായും ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. പാർട്ടിയുടെ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്ന സെൻട്രലിൽ തന്നെ കമ്മിറ്റി ഇപ്പോൾ, അതായത് സെൻട്രൽ കമ്മിറ്റി ഇപ്പോൾ നാമമാത്രമായി തന്നെ മാറിയിരിക്കുകയാണ്. 2024 തുടക്കത്തിൽ 19 അംഗങ്ങൾ ഉണ്ടായിരുന്ന കമ്മിറ്റിയിൽ ഇപ്പോൾ വെറും 5 പേർ മാത്രമാണുള്ളത്. മിക്ക നേതാക്കളും ഈ ഏറ്റുമുട്ടലുകളിൽ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ പോലീസിന് മുന്നിൽ കീഴടങ്ങുകയോ ചെയ്തവരാണ്. അതേപോലെ തന്നെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി നപാല കേശവ റാവു ആകട്ടെ, അതായത് ബാസവരാജു, 2025 മെയ് മാസത്തിലും പ്രമുഖ നേതാവായ മാഡ്വി ഹിന്ദ 2025 നവംബറിലും കൊല്ലപ്പെട്ടതായി തന്നെ മാവോയിസ്റ്റ് പ്രസ്താവന തന്നെ വലിയ രീതിയിലുള്ള ആഘാതങ്ങൾ പിന്നിടുകയാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവരുടെ മരണത്തോടു കൂടി തന്നെ മാവോയിസ്റ്റ് സായുധ വിഭാഗം വലിയ രീതിയിൽ തകർന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുകയാണ്. 250 പേരുണ്ടായിരുന്ന ഈ ഒരു ബറ്റാലിയനിൽ ഇപ്പോൾ 40 പേർ മാത്രമായി അവശേഷിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ PLGA ബറ്റാലിയനിൽ തലവനായിരുന്ന ബർസാദേവ തെലങ്കാനയിൽ കീഴടങ്ങിയതായും, അതുപോലെ പാർട്ടിയുടെ പ്രത്യയശാസ്ത്ര തലവനായിരുന്ന മല്ലേജുല റാവു ആകട്ടെ കീഴടങ്ങിയതായും ഇവിടെ പാർട്ടിക്ക് വലിയ കോളളക്കങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് എത്തുകയും ചെയ്തു. നിലവിൽ പാർട്ടിക്ക് ഉള്ളവരിൽ തന്നെ വലിയ രീതിയിൽ ഇത്തരത്തിൽ തകർച്ചയുടെ വക്കിലാണ് എന്നതും ചിലരാകട്ടെ ഒളിവിൽ കഴിയുന്നതായും തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഒളിവിൽ കഴിയുന്ന ഇവരാകട്ടെ ഇവർ കീഴടങ്ങാമെന്ന് സുരക്ഷാ ഏജൻസികളുടെ ആവശ്യം പോലും മുഖവിലയ്ക്ക് എടുക്കാതെയാണ് ഇത്തരത്തിൽ ഒളിവിൽ പാർക്കുന്നത്. മാവോയിസ്റ്റ് പാർട്ടി ഇപ്പോൾ കേവലം ഒരു അസ്ഥിപഞ്ജരം പോലെയായി മാറിയിരിക്കുകയാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. അവർ വൈകാതെ തന്നെ പൂർണ്ണമായും ഇല്ലാതാകുമെന്നാണ് ഒരു മുതിർന്ന ഇന്റലിജൻസ് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിൽ മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, തെലങ്കാന സംവിധാനങ്ങളിലെല്ലാം, അതായത് ഈ സംസ്ഥാനങ്ങളിൽ ഉടനീളമായി തന്നെ തുടർച്ചയായി ചില ഏറ്റുമുട്ടലുകളും കീഴടങ്ങലുകളും നടക്കുന്നതായി തന്നെ ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.